ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ട് എഡിറ്ററിനെ നമ്മൾ തപ്പിക്കൊണ്ട് അല്ല ഇല്ലെങ്കിലും പരിപാടിയും പിന്നെ അതേപോലെ തന്നെ മസാല ദോശ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ എഡിറ്റും കൂടി ചെയ്യാനാവില്ല. അത് നൈസാ. കാരണം വെച്ചാല് മൂപ്പർക്ക് സത്യം പറഞ്ഞാൽ വെക്കേണ്ട ആവശ്യം വെക്കേണ്ട ആവശ്യമുണ്ടല്ലേ. ഒന്നുമില്ല, ഞാൻ തട്ടിക്കൂട്ടി എന്നെ കൂടെ എഡിറ്റ് ചെയ്യിപ്പിച്ചേ. ഞാൻ വിചാരിച്ച എങ്ങനെയെങ്കിലും കഴിച്ചായി പോവാന്നല്ലോ. എഡിറ്റ് ചെയ്യിപ്പിച്ച എനിക്ക് മനസ്സിലായി ഇനി അധികം പണി ഇവിടെ പോണ്ട മമ്മു അത്യാവശ്യത്തിന് കഴിക്കും. അതേപോലെ ദോശയിലാണെങ്കിൽ ഒരു 10-15 കഴിക്കും. അത് അങ്ങനല്ല മസാല അല്ല അങ്ങനല്ല വിശപ്പ് അടങ്ങുന്നവരെ കഴിക്കും. എനിക്ക് പേടിയാണ്, കാരണം നമ്മള് മസാല ദോശ ഒക്കെ ഉണ്ടാക്കും എല്ലാവർക്കും. അല്ല ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? നമുക്ക് അറിയിട്ടുണ്ടോ എന്താ ഫുഡ് കഴിക്കാൻ? എന്താ മന്തിയോ? മന്തി നിങ്ങൾക്ക് എത്ര ആൾക്കുള്ളതാ പറഞ്ഞത്? നമ്മളിപ്പോ 8 പേർക്കുള്ളല്ലോ പറഞ്ഞത്. അതൊരു 15ലേക്ക് മാറ്റേണ്ടി വരും. അല്ല ഇപ്പൊ നിങ്ങൾക്ക് അല്ല ഈ കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കുമ്പോ മനസ്സിലാവും മമ്മ എത്ര തിന്നു എന്നുള്ളത് മനസ്സിലാവും. അല്ല എനിക്ക് ഫുഡ് കിട്ടിയില്ല ഭയങ്കര ഒരു ടെൻഷനാണ്. ഭയങ്കര ടെൻഷൻ അങ്ങനെ ഡിപ്രഷനിലായി പോലും. ഇപ്പൊ മന്തിയാ കോഴിയാ ഫ്രൈഡ് ചിക്കൻ എന്താണെങ്കിൽ ഡയറ്റ് എടുക്കും. ഓരോ പ്രോട്ടീൻ പൗഡർ ബൂസ്റ്റ് ഇങ്ങനത്തെ എല്ലാം രാത്രി വന്നിട്ട് നൈസായിട്ട് ഫ്രിഡ്ജിന്റെ ഒച്ചെല്ലാം കേൾക്കുമ്പോ വരിക. നമ്മളെല്ലാരും ഡയറ്റ് ജിമ്മിൽ പോകുന്നോണ്ട് നമ്മള് ഏകദേശം എത്ര പേരുണ്ട്? നമ്മള് 3-4-5 പേരും ഡയറ്റാ. ഇവര് 2 പേരാണ് സീന്. ഇവര് ഡയറ്റ് കൊണ്ട് കുറെ എനിക്ക് തച്ചും ചെയ്യാം. ഈ പീരങ്കിയാ തലയിൽ പൂക്കിട്ട് കിട്ടിയത് ടാങ്കറിനെ കുറിച്ചാ പറയുന്നത്. ഫിറ്റാന്ന് ഇങ്ങനെ കണ്ട നല്ല കാതലുള്ള സാധനം. കാതൽ മീൻസ് നല്ല അടിപൊളിയാണല്ലോ. ബോഡി ഗാർഡാണല്ലോ, എന്തിനും പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ. അടുത്ത ഇൻട്രോഡക്ഷൻ The one and only റാംബോ. റാംബോ നമ്മളെ മറിച്ച് കഴിഞ്ഞാൽ അടുത്ത മെമ്പർ ബോഡി ഗാർഡായിട്ട് വന്നതാണ്. അവന്റെ ജോലി വളരെ കൃത്യമായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ നമ്മളെ ഗാങ്ങിൽ തന്നെ ഒരു ജോലി ഏൽപ്പിച്ച ഇപ്പൊ ബാക്കി എല്ലാരും ഉഴപ്പലുണ്ട്, വക്കീലടക്കം ഉഴപ്പലുണ്ട്. പക്ഷെ റാംബോ എന്ന് പറഞ്ഞാൽ ഉഴപ്പില്ല, നോ ഉഴപ്പ്. ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യും. ചെറിയ ചെറിയ ഉഴപ്പുകളുണ്ട്, ഞാൻ അപ്പൊ തന്നെ പറയും, എന്റെ കയ്യിൽ നിന്ന് വഴക്കുള്ളൂ, പക്ഷെ ജോലി കൃത്യമായിട്ട് ചെയ്യും. പിന്നെ റാംബോനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാംബോ പറയട്ടെ. റാംബോനെ കുറിച്ച് റാംബോ തന്നെ പറയും. എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ വന്ന് തൊപ്പിയുടെ അടുത്തോട്ട് വരുമ്പോ ഇവരെ തൊപ്പിനെ എങ്ങനെയാ ഇതാക്കാ? ആദ്യമായിട്ട് നമ്മള് അവരടുത്ത് അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇത്തിരി ബലമൊക്കെ പ്രയോഗിച്ചൊക്കെ മാറ്റുമായിരുന്നു. പിന്നെ ഇപ്പൊ മനസ്സിലായി ഇനി കൂടുതൽ ബലം പ്രയോഗിച്ച് എല്ലാവരും കൂടെ നമ്മളെ കയറി അടിക്കും. കാരണം 1-2 പേരല്ലേ പറഞ്ഞത്, അത്രയും പേരാണ് ഒരുമിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി പറഞ്ഞവരടുത്ത് സ്നേഹത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അത്യാവശ്യമുണ്ട്, തിരക്കുണ്ട്, ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നടന്നാൽ മതി. ഒരുപാട് ആൾക്കാർ വന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും കൂടെ ഒരാളും കൂടെ സഹായത്തിന് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു ബോഡി ഗാർഡും കൂടെ വേണ്ട. തൊപ്പി പറ, ബാക്കി കൂടെ പറ. റാംബോനെ കുറിച്ച് റാംബോനെ പറയുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട് തൊപ്പിയുടെ വീട്ടിലുള്ള ജീവിതം? വളരെ സന്തോഷമായിട്ടുള്ള ജീവിതം. സ്വന്തം ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മുതല് നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനെയും കാട്ടി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പുറത്ത് പോയിട്ട് ഇത്ര സമയത്ത് കയറണം, വീട്ടിൽ കയറണം, പുറത്ത് രാത്രി വിടൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പോയി കഴിഞ്ഞാലും വിളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല ഈ 40 വയസ്സുള്ള പറയേണ്ടതല്ലേ, ഇത് അതിന് പറയേണ്ട കാര്യങ്ങൾ. ഇവരെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം ഞാൻ. എനിക്ക് 26 വയസ്സായിട്ട്. ഇവരാണ് ചുമ്മാ എനിക്ക് 40-50 വയസ്സൊക്കെ. എനിക്ക് 26 എന്റെ ഏജ്. ബോഡി ബിൽഡിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും. മുടി ഇങ്ങനെ കെട്ടിയതിന്റെ പിന്നിൽ എന്താ? മുടി ക്യൂട്ടാണെന്ന് ഒരു പോക്കി സ്റ്റൈൽ. പോക്കിയല്ല, പൂക്കി.
അല്ല, രശ്മിക മന്ദാരൊക്കെ ഇങ്ങനെ പൂക്കിയാ അത് പൂക്കിയാ എല്ലാം പൂക്കി തന്നെ ജാസി കുറച്ച് ഫേസ്ബുക്ക് യുഗത്തിൽ നിന്ന് കയറി വരാത്ത ഒരാളാണ്. ജാസി ഇപ്പൊ ഫേസ്ബുക്കിൽ ഉപയോഗിക്കല്. ആറ്റിറ്റ്യൂഡും ഇവന്റെ ഡ്രസ്സിംഗ് എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നി ഇവൻ കുറച്ച് ജെൻസി അങ്ങനത്തെ പരിപാടിയാണ്. പക്ഷെ ഇവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ്. ഇവന്റെ മൈൻഡ് സെറ്റ് ഏകദേശം കുറച്ച് ബാക്കിലേക്കാണ്. മേറ ഇന്റർവ്യൂ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരിയും ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. ഓക്കെ ഓക്കെ റാംബോന് ശരിക്കുള്ള പേര് റാംബോ തന്നെയാണ്. എന്റെ ശരിക്കുള്ള ഒരു ശരത്. ശരത്. അപ്പൊ എന്തുള്ള പേരാ റാംബോ ആരാ പേരിട്ടത്? ഞാൻ തന്നെ ഇവന്റെ വൃത്തിയിട്ട പേര്. ഓക്കെ ഇനി അടുത്ത ആള്. ഓക്കെ ഇനി അടുത്തത് പറയാനുള്ളത് വെച്ചാൽ MRC ആദിൽ എന്റെ കസിനാണ്. കസിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റന്റ് കസിനാണ്, പക്ഷെ എനിക്ക് എന്റെ അനിയനെ പോലെയാണ്. ചെക്കൻ ആദ്യം സത്യം പറഞ്ഞാൽ ഇവൻ വെക്കേഷൻ ടൈം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവന്റെ ഉമ്മ എന്റെ അടുത്തേക്ക് അയച്ചതാണ്. വെക്കേഷൻ ടൈം ഈ വീഗാലൻഡിലേക്കെല്ലാം അയക്കുമല്ലോ, അതുപോലെ നമ്മളെ ഗ്യാങ് ഹൗസിലേക്ക് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. പിന്നെ നമ്മള് ഒന്നിച്ചെന്നെ ആയി, ഇവനെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ക്ലാസ് തുടങ്ങാനായല്ലോ. പോവാ ലീവ് ലെസ്സൺ വരും. ഒരുപാട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ ക്രഷ് ആണ് അതില്. എന്റെ അനിയത്തിയുടെ ക്രഷ് ആണ്. ഇതിന്റെ ഐഡിയ കൊടുക്കാനുള്ള ഓക്കെ അനിയത്തിയുടെ പേരോ? മെഹനാസാ അന്വേഷണം പറഞ്ഞു. ഓ പറയാ. ഐഡിയ മേനാസ് എന്ത് ചെയ്ത് മറ്റേ ഇത് കത്തി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കും. എന്ത് ചെയ്ത് മെഹനാസ് 10ലാ പഠിക്കുന്നത്. 10ലോ? ആദ്യം ഞാൻ +1 കഴിഞ്ഞു. +1 കഴിഞ്ഞ. ഓക്കെ ഇനി അടുത്ത ആള്. അടുത്ത MRS വക്കീൽ. അല്ലാ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ, നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എന്താ പറയാ, ഞാൻ തൊപ്പി അല്ലെങ്കിൽ നിഹാദ് അതിന് എന്റെ ഈ ഇതിനെല്ലാം ശേഷമാണ്, എന്റെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്നതിന് ശേഷമുള്ള ആൾക്കാരാണ് ഇതല്ലേ. ഇതെല്ലാരും എന്റെ ഫാമിലി തന്നെയാണ്. പക്ഷെ ഇനി ഇങ്ങോട്ടേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ചെറുപ്പം തൊട്ട് എന്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഓനില്ലേ ഇവർ രണ്ടുപേരും. ഇത് MRC ഷമീർ, ഇത് MRC മുനു. MRC മുനു അങ്ങനെ MRC ഒന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് MRC പേരിട്ടെന്നേ ഉള്ളൂ. ഇവരെന്ന് പറഞ്ഞാൽ എന്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള എന്റെ ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും. എന്റെ ലൈവ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇവര് നമ്മളെ സ്റ്റോറി അല്ല. നമ്മളൊരു 15 ആയിട്ടില്ല, 15 റൗണ്ട് ചെയ്ത് പറയുന്നത്. നമ്മള് 12 വർഷമായിട്ടുള്ളൂ, 12-13 വർഷമായിട്ടുള്ളൂ.